ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓട്സിൻ്റെ ദോശ ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ടത്. എനിക്കാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മൾ സാധാ അടുപ്പം നമുക്ക് ദോശക്ക് തന്നെ നമുക്ക് എല്ലാം വെച്ചുകൊണ്ടാ നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ളത്. ഇവിടെ എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം. ഇവിടെ ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദോശ. അതുപോലെ തന്നെ ചിഞ്ചുവിന് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ദോശ ഉണ്ടാക്കണ്ടോ. ഇന്ന് നാത്തൂന് മക്കളുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പം നമുക്ക് തട്ടിക്കൂട്ട് കറികളൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അവർക്ക് രാവിലത്തെ തന്നെ ദോശയ്ക്ക് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എങ്ങനെ കടലക്കറി ഉണ്ടാക്കണമെന്ന് നോക്കിക്കോളിട്ടാ. എന്തെങ്കിലും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല. അതൊക്കെ ശരിയായി വന്നോളൂല്ലേ. കാരണം ഫസ്റ്റായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് വീഡിയോ എടുത്താനൊന്നും ആളില്ല കേട്ടോ. നമ്മൾ കുപ്പിൻ്റെ മേലൊക്കെ വെച്ചിട്ടുണ്ടാവും ഈ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പം എന്തെങ്കിലും തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. കല്യാണത്തിന് മുമ്പ് പാചകം പഠിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. കല്യാണ ശേഷം പാചകം പഠിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഞാനൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പേ അടുക്കളയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ കഴിക്കാൻ മാത്രമേ പോവുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ 38 വർഷമായിട്ട് കൂട്ടുകുടുംബത്തിലാണ് നിന്ന് പോന്നിരുന്നത്. ഒരു വീട്ടിൽ 3 ഫാമിലി. ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടോ? എൻ്റെ വീട്ടിൽ അങ്ങനെ ഇരുന്ന് 4 വർഷം മുമ്പ് വരെ ഒക്കെ ഇളമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കില്ല അവരെയല്ല. അമ്മ പിന്നെ കിച്ചണിലേക്കൊന്നും കയറൂലല്ലോ. അന്നൊക്കെ അങ്ങനെ ഒരു രസമായിരുന്നു. ഇപ്പം ആ രസമൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പം എല്ലാവരും വഹിക്കുകയായില്ലേ. ഇപ്പം കുടുംബം തന്നെ ഒത്തൊരുമിച്ച് നിൽക്കാൻ തന്നെ ഇപ്പോൾ കുറച്ച് പണിയല്ലേ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ കടലക്കറിക്ക് ഉപ്പ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി, ഉള്ളി, മുളക്, കടല ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ. പക്ഷെ ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കട്ടോ. കത്തിക്കട്ട ഗ്യാസ്. നിങ്ങൾ വിചാരിക്കണല്ലേ ഈ തോരത്ത് എന്തിനാ വെച്ചിരിക്കണമെന്ന്. ഇത് നമ്മൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കൂലേ. ആ തെറിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ കടലക്കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തൂമ്പിക്കാൻ നിൽക്കണ്ടോ. അപ്പോൾ വെളിച്ചെണ്ണ പതിന് നമ്മൾ ഓയിലാണ് കേട്ടോ അപ്പോൾ ഉപയോഗിക്കണേ. അപ്പം കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ട് അതിലേക്ക് നമ്മളെ കുക്കറത്തെ കറി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിന് കുറച്ച് കടല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിച്ചത്. അത് മിക്സിയിലിട്ടൊന്ന് അരച്ചതിൻ്റെ ശേഷം ഉണ്ടായി നമ്മൾ ചേർക്കുന്നത്. അപ്പം അത് കുറുകി വരും. നല്ല ടേസ്റ്റ് എന്നാൽ വേറൊരു ടേസ്റ്റ് നമ്മൾ അരിച്ചിങ്ങനെ ചേർക്കുമ്പോൾ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് കടലൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് നോക്കിയാൽ കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും. കുറച്ച് ഗരം മസാല അതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ട കേട്ടോ. നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചായ ഒക്കെ കുടിച്ച് വന്നിട്ടാ ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടേ കറി ഉണ്ടാക്കണ്ട നമ്മൾ. അപ്പം മുരിങ്ങാക്കായി, മാങ്ങ, തക്കാളി, പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ താളും പരിപ്പും വെച്ചിട്ടായിരുന്നു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ മുരിങ്ങാക്കായ ഉണ്ടായോണ്ടേ നമുക്കത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നാത്തൂനും മക്കളുള്ളതല്ലേ. അപ്പം നമുക്ക് തേങ്ങ അരിച്ചിട്ട് ഞങ്ങൾ കറി വെക്കേണ്ട കേട്ടോ. ദോശ ചുട്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ചോറ്റിനും വെള്ളം വെച്ചിരുന്നു. അപ്പം ചോറ് വെന്ത് തുടങ്ങിട്ടാ. കുറച്ച് കോഴിക്കളുണ്ട് കേട്ടോ വീട്ടിൽ. അതാണ്ട് ഈ സൗണ്ട് കേൾക്കുന്നത്. കുറച്ചൊന്നല്ല, ആകെ 2 ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചത്തുപോയി. ചത്തതും പിന്നെ നായ്ക്കൾ പിടിച്ചേക്കണ്ട. ഞാൻ ഇങ്ങനെ കേട്ടോ തേങ്ങ ചേട്ടൻ്റാറ്. കാരണം പഴച്ചെരുവയാണ്. പോരാത്തിന് എന്തെങ്കിലും ചിരിക്കാൻ മടിയാണ്. അപ്പം ഞാൻ കൈ വെച്ചിട്ടുണ്ടാ ചേട്ടൻ്റാറ്. അപ്പം തേങ്ങ ഒഴിച്ച് നമ്മളെ പരിപ്പ്, മുരിങ്ങക്കായ, മാങ്ങാക്കറി റെഡി ആയിക്കോട്ടോ. നമുക്ക് ഉച്ചത്തെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടാ. ഇവിടെ കഴിക്കാൻ നേരത്തെ മീനും പപ്പടം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. പപ്പടം പൊരിച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ടാ. അപ്പോൾ നമ്മളെ കുളിയൊന്നും കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് നെഞ്ചുള്ളിക്ക് ആവാനായില്ല. നോമ്പൊക്കെ ആവാനായതുകൊണ്ട്
അപ്പോൾ വീടൊക്കെ ഒന്നും പാടെ ഒന്ന് തട്ടിക്കൂട്ടി നന്നാക്കാണ്ടോ. പിന്നെ പുറത്ത് നമുക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറമ്പിൽ തേക്ക് മുറിച്ചുകൊണ്ട് അതിൻ്റെ ചുള്ളിയൊക്കെ ഉണങ്ങി കിടക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കിച്ചൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയിടുക കേട്ടോ. അപ്പോൾ അവിടെ നന്നാക്കി ആ വിറക് കൊണ്ടുപോയി വെച്ചപ്പോൾ കുറേ ചവറുകളുണ്ട് കേട്ടോ. അപ്പോൾ നാൾക്കൊന്ന് അടിച്ച് വാരണ്ട. ചിഞ്ചുണ്ട് എൻ്റെ കൂടെ. ഓരോ ഭാഗങ്ങളാണ് കേട്ടോ അടിച്ച് വാരുന്നത്. കുറച്ചും കൂടി എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചിഞ്ചു എടുത്ത് വെക്കാം. എന്നെ സഹായിക്കണത് എൻ്റെ മോള്. നെട്ടിയാണോള് എവിടെ ഇല്ലെങ്കിൽ അല്ലേ ചിഞ്ചുവാ? ഇതിലെ അവിടെ തന്നെ വെക്കേ. ഇതാണ്ട എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് അടിക്കുക.